ഹായ് മക്കളെ, +2 സയൻസിൽ പഠിക്കുന്ന കുട്ടികൾ എന്നോട് പലരും മെസ്സേജ് അയക്കുമ്പോഴൊക്കെ ആകെ ഡൗൺ ആണ്. കാരണം അവർക്ക് ഫുൾ ഹോപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ, അത്യാവശ്യം നന്നായിട്ട് എഫേർട്ട് എടുത്ത് പഠിച്ച ഫിസിക്സ് എക്സാമും കെമിസ്ട്രി എക്സാമും അവരുടെ എല്ലാ പ്രതീക്ഷകളെയും കാറ്റിൽ പറത്തി, അവരുടെ മാത്രമല്ല അവരെ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ പ്രതീക്ഷകൾ പോലും കാറ്റിൽ പറത്തിയിട്ട് എന്താണ് ഭയങ്കര ടഫായി മാറിയിട്ടുണ്ട്. ആൻഡ് ഇതിനെതിരെ പ്രതികരിക്കുന്ന ആൾക്കാരൊക്കെ എന്താണ്, നിങ്ങൾക്കൊക്കെ വേണ്ടത് എന്താ, നിങ്ങൾക്ക് എല്ലാ പരീക്ഷ എളുപ്പമാക്കിയിട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് നേടലാണോ നിങ്ങൾ ആവശ്യം എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ തമാശയാക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വിഷയം അതല്ല, പരീക്ഷ ടഫായതല്ല പ്രശ്നം. പക്ഷെ അവിടെ എന്തുണ്ട്, പ്രധാനമായിട്ടും 2 വിഷയങ്ങൾ സംഭവിച്ചു. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, സാധാരണ ഈ മോഡൽ എക്സാം നടത്തുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ്, അതൊരു ബെഞ്ച് മാർക്ക് സെറ്റിംഗ് ആണ് അല്ലേ. പബ്ലിക് എക്സാമിന് ഏത് ലെവലിലായിരിക്കും നിങ്ങളെ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളൊരു സൂചനയ്ക്ക് വേണ്ടി, അതിൻ്റെ ഒരു പ്രാക്ടീസിന് വേണ്ടിയല്ല നമുക്ക് മോഡൽ എക്സാം നടത്തുന്നത്. പക്ഷേ ഇത്തവണ നിങ്ങളുടെ കേസിൽ +2 കുട്ടികളുടെ കേസിൽ എന്താ സംഭവിച്ചത്, ഒരുവിധം എല്ലാ മോഡൽ എക്സാമും ഭയങ്കര എളുപ്പമായിരുന്നു. പക്ഷെ ആ ഒരു ലെവലിലായിരിക്കും ഇത്തവണയും ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ച പോലെ തന്നെയാണ് മോഡൽ എക്സാമിന് വന്നത്. പക്ഷെ ആ ഒരു രീതിയിലായിരിക്കും ഫൈനൽ എക്സാം എന്ന് പ്രതീക്ഷിച്ച് പോയ കുട്ടികളൊക്കെ എന്താണ് ആകെ നിരാശയിലായിട്ട് നല്ല ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഈ മോഡൽ എക്സാം നടത്തുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി തന്നെ എന്താണ്, അവിടെ വേസ്റ്റായി പോവുക ചെയ്യുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലത് ആ ഫെബ്രുവരി മാസത്തിൽ ഒരാഴ്ച തിരക്ക് പിടിച്ച് മോഡൽ എക്സാം നടത്താത്ത ആ ദിവസം കൂടെ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് തന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ പഠിക്കാൻ പറ്റിയാനല്ലേ. അപ്പോൾ അതാണ് ഒന്നാമത്തെ പ്രശ്നം. മോഡൽ എക്സാമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഫൈനൽ. സെയിം ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നല്ല നമ്മൾ പറയും, മോഡലിന് ചോദിച്ചാൽ തന്നെ ഫൈനലിന് ചോദിക്കണം എന്നൊന്നല്ല. പക്ഷെ എന്താണ്, ആ ഒരു ലെവൽ എന്തായിരിക്കണം, നിങ്ങൾ ഏകദേശം കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. കീപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഏകദേശം ഒരു 6 മാസം മുമ്പ്, അതായത് നിങ്ങളുടെ +1 മാത്സ് എക്സാം ടഫായ സമയത്തിന് ശേഷം നിങ്ങൾ +2 എത്തിയപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ക്ലിയറായി പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ പരീക്ഷ ടഫാക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യണം, ആദ്യം തന്നെ അതിൻ്റെ സൂചനകൾ ഓണപ്പരീക്ഷയ്ക്കും ക്രിസ്മസ് എക്സാമിനും മോഡൽ എക്സാമിനും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യണം, കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം. എന്ന് മാത്രമല്ല, നമ്മുടെ ടീച്ചേഴ്സിനെ ഇൻറ്റേർണലി എന്ത് ചെയ്യണം, കുറച്ചും കൂടെ ലെവൽ കൂടി പഠിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം കൂടെ കൊടുക്കണം എന്നുള്ളത്. ഇവിടെ നമ്മൾ ടീച്ചേഴ്സിനെ കുറ്റം പറയുന്നതല്ല ചെയ്യുന്നത്. ആ ഈ ഒരു ലിമിറ്റഡ് ടൈം പീരീഡിൽ ഏത് രീതിയിൽ എടുത്താലും തീരാത്ത അത്ര എന്തുണ്ട്, നമ്മുടെ സിലബസ് ഉണ്ട്. ആ സിലബസ് അവർ എന്താണ് കഴിഞ്ഞ 3-4 വർഷങ്ങളിൽ വന്ന ചോദ്യങ്ങളും കൂടെ റെഫർ ചെയ്തുകൊണ്ടാണ് എല്ലാ സ്കൂളിലെ ടീച്ചേഴ്സും പഠിപ്പിക്കുന്നത്. പക്ഷേ ആ ടീച്ചേഴ്സ് പഠിപ്പിച്ച രീതിയിൽ നോക്കുകയാണെങ്കിലും ഈ ചോദ്യങ്ങളൊക്കെ എന്താണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ലെവലിലായിട്ടില്ല അല്ലേ, ശരിയല്ല. അപ്പം ആ ഒരു പ്രശ്നവും എന്താണ് ഈ +2 മക്കൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 വിഷയങ്ങളാണ് പരീക്ഷ ടഫായതിന് നമ്മൾ പറയുന്ന കാര്യം. ടഫാക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആദ്യമേ എന്ത് ചെയ്യണം, അതിൻ്റെ സൂചനകൾ തന്ന് ഈ ടഫ് പരീക്ഷ എഴുതാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യണം, സ്കൂളുകളിൽ നിന്നൊക്കെ ക്ലാസ് കൊടുക്കാനുള്ള നിർദ്ദേശം എന്തായിരുന്നു, വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കേണ്ടതായിരുന്നു. കോവിഡിന് ശേഷമാണ് ഇത്ര എളുപ്പമായത്. സോ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ഫൈനൽ എക്സാമിലൂടെയല്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആ ഡിഫിക്കൽട്ടി മാറ്റേണ്ടത് എന്നുള്ള ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ പ്രശ്നം, കുട്ടികളുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം ഹോപ്പ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതായത്, സാറേ ഞാനിനി മാത്സിന് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരാഴ്ച സമയമുണ്ട്, സാറേ ഞാനിനി ഒന്നും പഠിക്കില്ല, എന്ത് പഠിച്ചിട്ടും കാര്യമില്ല, മാർക്ക് കിട്ടൂല എന്നുള്ളൊരു തോന്നൽ എന്ത് ചെയ്യുന്നു മക്കളെത്തിയത്. പക്ഷേ മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അതെന്താണ്, തോറ്റു കൊടുക്കുന്നവൻ്റെ ഒരു മൈൻഡ് സെറ്റാണല്ലേ. പക്ഷേ ഉറപ്പാണ്, നിങ്ങളുടെ ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങളുടെ ക്ലാസ്സിലെ ഭൂരിഭാഗം കുട്ടികൾക്ക് ടഫാണെങ്കിൽ മാത്സിന് വേണ്ടി ഒരുപാട് കുട്ടികൾ ഈ ഒരാഴ്ച ഇരുന്ന് പഠിക്കും. എത്ര ടഫാണെങ്കിലും എന്നെക്കൊണ്ട് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ള രീതിയിൽ ഇരുന്ന് പഠിക്കാൻ ഒരുപാട് കുട്ടികൾ തയ്യാറാണ്. സോ മാത്സിൻ്റെ കേസിൽ നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും പരീക്ഷ ടഫാണെങ്കിലും കുറച്ച് കുട്ടികളെങ്കിലും നന്നായിട്ട് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവില്ലേ. സോ ആ ഒരു കൂട്ടത്തിൽ എന്ത് ചെയ്യണം, നിങ്ങളാവണം എന്നുള്ളതാണ് ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് നിങ്ങൾ എഴുതുന്ന അവസാനത്തെ മേജർ എക്സാമാണ് നിങ്ങളുടെ മാത്സിലെ സബ്ജക്റ്റ്. പിന്നെ നിങ്ങൾക്ക് ലാംഗ്വേജും CS എടുത്ത കുട്ടികൾക്കുള്ള CS മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ നിങ്ങൾക്ക് എന്താണ്, പൊതുവേ ക്രാഷിന് പോകുന്നതിന് കോൺഫിഡൻസ് ഇല്ല, റിപ്പീറ്റ് ചെയ്യുന്നതിന് കോൺഫിഡൻസ് ഇല്ല, എന്താ ചെയ്യാമെന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന നിങ്ങൾക്ക് മാത്സ് ഒന്ന് എളുപ്പമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും, ആ നഷ്ടപ്പെട്ട കോൺഫിഡൻസ് ഒക്കെ തിരിച്ചു കിട്ടൂലേ. അതുകൊണ്ട് എന്താണ്, അടുത്ത ഒരാഴ്ച, ഈ ഒരാഴ്ച, ഇന്ന് ബുധനാഴ്ച, ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ, ആ 4 ദിവസങ്ങളും എന്ത് ചെയ്യണം, 5 ദിവസങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പിറ്റേ ദിവസമാണ് പരീക്ഷ എന്നുള്ള രീതിയിൽ ഓരോ ദിവസവും മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾ പഠിക്കണം എന്നാണ് ആദ്യമായിട്ട് എനിക്ക് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഞാൻ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അപ്പം ആലോചിക്കും, സാർ ഇത് എവിടുന്ന് പഠിക്കും, എൻ്റെ സ്കൂളിൽ നിന്നുള്ള നോട്ട്സിൽ ഒരു ആവറേജ് ലെവലേ ഉള്ളൂ, ട്യൂഷനിലുള്ള നോട്ടിൽ ഒരു ആവറേജ് ലെവലേ ഉള്ളൂ, അപ്പോൾ എന്താ
ചെയ്യും. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ എജ്യൂപോർട്ടല്ല, ബാക്കി ഏത് ചാനൽ എടുത്താലും കഴിഞ്ഞ ഏത് പാഠത്തിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടാലും അത് ആ ഒരു പഴയ പാറ്റേണിലെ ചോദ്യപേപ്പറിന് വേണ്ടിയിട്ടാണ്. അന്നേരം നമ്മൾ വെറുതെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എവിടുന്ന് പഠിക്കും, ഇതിന് റെഫറൻസ് ഇല്ല എന്നുള്ളതാണ് ഒരുപാട് കുട്ടികൾ പറയുന്ന പ്രശ്നം. അതിന് നിങ്ങൾക്ക് വേണ്ടി എന്താ പറയുക, നിങ്ങളുടെ കൂടെ നിങ്ങൾ 10ാം ക്ലാസ് മുതൽ നിങ്ങളുടെ കൂടെ എജ്യൂപോർട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു അവസാന നിമിഷത്തിലും പ്രതിസന്ധി നിമിഷത്തിലും എന്താണ്, നിങ്ങളെ കൈവിടരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച തീരുമാനം. അതുകൊണ്ട് മാത്രം എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മാത്സിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്യാൻ എജ്യൂപോർട്ട് തയ്യാറാണ്. അതായത് നമ്മുടെ പ്രീമിയം കുട്ടികൾക്ക് മാത്രം കൊടുത്ത, അതായത് ഏത് ലെവലിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നമ്മുടെ മാത്സിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് കോഴ്സ് എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഇത്തവണ ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്തു തരാണ്. അതായത് മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, മറ്റേത് പരീക്ഷ എന്ന പോലെ തന്നെ അതിനേക്കാൾ ഉപരി മാത്സ് നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ അല്ലേ. വെറുതെ ക്ലാസ് കുറേ കണ്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല, ക്ലാസ് കണ്ടിട്ട് അതിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കണം. ഇതൊക്കെ എന്താണ്, ലൈവ് ക്ലാസ്സുകളുടെ പരിമിതികളാണല്ലേ. അപ്പോൾ ആ പരിമിതികളൊക്കെ മാറ്റിക്കൊണ്ട് എജ്യൂപോർട്ടിൻ്റെ ആപ്പിലെ അഡാപ്റ്റ് രീതിയിലുള്ള മാത്സിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ക്ലാസ് എന്ത് ചെയ്യാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് തരുന്നുണ്ട്. ഈ മാത്സ് പരീക്ഷ കഴിയുന്നത് വരെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം ഈ ഒരു നിമിഷത്തിൽ അതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നിങ്ങളെല്ലാവരും ഈ ഒരു അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. അതായത് ഇനി അങ്ങോട്ടുള്ള ദിവസം ആപ്പ് തുറക്കുക, ഡയറക്റ്റ് പഠിക്കുക. സോ എങ്ങനെയാണ് സാർ എടുക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയാം. എജ്യൂപോർട്ടിൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ നിങ്ങൾ എജ്യൂപോർട്ട് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. മൊബൈൽ നമ്പർ കൊടുക്കുക, OTP വരും. അവിടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ആ മൊബൈൽ നമ്പറിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യും, നിങ്ങളോട് ചോദിക്കുക ഏത് ക്ലാസ് ആണെന്നുള്ളത്. അവിടെ നിങ്ങൾ കൊടുക്കേണ്ട ക്ലാസ് എന്ന് പറയുന്നത് +2 ബോർഡ് ഫാസ്റ്റ് ട്രാക്ക് എന്നാണ്. നോക്കണേ, +2 ബോർഡ് ഫാസ്റ്റ് ട്രാക്ക് അതായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാരും എന്തെങ്കിലും നിങ്ങൾ നമ്മളെ ആപ്പ് ഉപയോഗിച്ചതുകൊണ്ട് മിക്കവാറും എന്തായിരിക്കും, ഡയറക്റ്റ് കോഴ്സ് ചൂസ് ചെയ്യാതെ ഇതിലേക്ക് വരാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ നിലവിലുള്ള കോഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ഞാൻ എൻ്റെ ആപ്പിൽ ക്ലാസ് 10th CBSE ആയിരുന്നു. അത് നിങ്ങൾ ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ +2 പോയിട്ട് ഈ സെയിം കോഴ്സ് ചൂസ് ചെയ്യുക, +2 സയൻസ് ബോർഡ് ഫാസ്റ്റ് ട്രാക്ക്. ഓക്കെ, ഈ കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, മാത്സിലെടുത്താൽ നിങ്ങളുടെ മുഴുവൻ പാഠങ്ങളുടെയും അഡാപ്റ്റ് രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. വീഡിയോ കാണുക, ക്വസ്റ്റ്യൻ ചെയ്യുക, സെറ്റാക്കിയിട്ട് അടുത്ത വീഡിയോ എന്നുള്ള രീതിയിൽ അടുത്ത ഒരാഴ്ച അല്ലെങ്കിൽ 5 ദിവസം നിങ്ങൾ ഇരുന്നിട്ട് എന്താണ് ഒരു 2-3 ചാപ്റ്റർ പെർ ഡേ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ എഴുതാൻ പോകുന്ന ഏറ്റവും ബെസ്റ്റ് മാത്സ് എക്സാം ആയിരിക്കും ഇത്. എത്ര പരീക്ഷ ടഫാക്കാൻ നോക്കിയാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആ ഒരൊറ്റ കാര്യമാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അത് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നഷ്ടപ്പെട്ട കോൺഫിഡൻസ് ഒക്കെ എന്ത് ചെയ്യണം, നമുക്ക് തിരിച്ചു പിടിക്കണം. +2 ഒന്നിൻ്റെ അവസാനമല്ല, ലൈഫിലുള്ള ഒരൊറ്റ പോയിന്റ് മാത്രമാണ് +2. ഇനി അങ്ങോട്ടുള്ള ഏത് പരീക്ഷയ്ക്കും എന്താ പറയുക, കോൺഫിഡൻറ്റോടുകൂടി എഴുതാനുള്ള കോൺഫിഡൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഈ മാത്സ് എക്സാമോടുകൂടി എഴുതിയെടുക്കണം. അതിന് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചെറിയ സഹായം മാത്രമായിട്ട് നിങ്ങൾക്ക് ഇത് കാണാം. ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, സൈനപ്പ് ചെയ്യുക, പഠിച്ച് തുടങ്ങുക. മുഴുവൻ ചാപ്റ്റേഴ്സും ഈ രീതി പഠിച്ചാൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. എങ്ങനെയാണ് ടെക്നോളജി നിങ്ങളെ കുറച്ചും കൂടെ ബെറ്ററായി പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക മാത്രമല്ല, നിങ്ങളെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ബാക്കി എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ നിങ്ങൾ ഷെയറും ചെയ്യാം. ഓക്കെ, ബൈ.